ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റിംഗ് ഇക്വേഷനാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത് ഗ്രേറ്റിംഗ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മളൊരു ഗ്രേറ്റിംഗ് എലമെൻറ്റ് കണ്ടു, എ പ്ലസ് ബി സി ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞത്. ആ ഒരു ഫിഗർ നോക്കി വെക്കുക. അതിൽ എ ബി എ സി എ എൻ ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, കൺസിഡർ a parallel beam of monochromatic light is incident normally on a grating surface. അതായത് ഒരു സോഴ്സിൽ നിന്ന് സ്ലിറ്റ് വഴി ഒരു ഗ്രേറ്റിംഗ് സർഫസിലേക്ക് എന്ത് വരികയാണ്? മോണോക്രോമാറ്റിക് ലൈറ്റ് വരികയാണ്. ലൈറ്റ് വേവ്സ് കമ്മിങ് ഫ്രം ദ ഓൾ സ്ലിറ്റ്സ്, ഈ സ്ലിറ്റ് കൂടിയൊക്കെ വരുന്ന എല്ലാ പോയിൻറ്റ് സോഴ്സ് ഉണ്ടാവും ഇതിൽ കുറേ, അതിലൂടെ വരുന്നതൊക്കെ എവിടെ എത്തി? സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടും, സ്ക്രീനിൽ കിട്ടും. ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു സെൻട്രൽ മാക്സിമം ഉണ്ടാവും, പിന്നെ സെക്കൻഡറി മിനിമ. ഈ ഫിഗറിലേക്ക് നോക്കിയതാ, ഒരു സെൻട്രൽ മാക്സിമ പിന്നെ സെക്കൻഡറി മിനിമ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. ആക്ച്വലി ഡിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഫോർ ദ വേവ്സ് ഫ്രം എ സിംഗിൾ സ്ലിറ്റ് എലോൺ ആൻഡ് ദ ഇൻ്റർഫറൻസ് ഫോർ വേവ്സ് കമ്മിങ് ഫ്രം വേരിയസ് സ്ലിറ്റ്സ്. അതായത് ഇവിടെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ലിറ്റിൽ കൂടി വരുന്ന ലൈറ്റാണ് എന്ത് നടക്കുന്നത്? ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ഇൻ്റർഫറൻസോ, രണ്ട് സ്ലിറ്റ് ഉണ്ടാവും, ആ രണ്ട് സ്ലിറ്റിൽ കൂടി വന്നിട്ട് അതാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ലിറ്റിൽ തന്നെ കുറേ പോയിൻ്റ് സോഴ്സ് ഉണ്ടാവും. ആ പോയിൻ്റ് സോഴ്സിൽ നിന്നൊക്കെ വരുന്നത് എല്ലാം കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഒരു ഡിഫ്രാക്ഷൻ ഇൻ്റർഫറൻസ് നമ്മൾ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? ഒരു ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ലിറ്റിൽ നിന്നും, ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് എന്താ നടക്കുന്നത്? ഒരു വേരിയസ് സ്ലിറ്റ്സ് നിന്ന് വരുന്ന ലൈറ്റാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, പിന്നെ ഈ ഫിഗറിലേക്ക് നോക്കുന്ന സമയത്ത് ഗ്രേറ്റിംഗ് കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സെൻട്രൽ മാക്സിമം ഉണ്ടാവും. പിന്നെ എന്താണുള്ളത്? ഒരു എ പ്രൈം വിത്ത് ആംഗിൾ എത്രയാ? θ1. ആ ആംഗിളിനെ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ഡിഫ്രാക്റ്റഡ് ബീം ആൻഡ് ദ ഇൻസിഡൻറ്റ് ബീം ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ഈ ആംഗിളിന് എന്താ പറയുന്നത്? ഡിഫ്രാക്ഷൻ ആംഗിൾ. ഈ ഒരു ഫസ്റ്റ് A1ഉം എ ഡാഷും, അതായത് θ1, അതായത് ബി ഡാഷ്, ആ ആംഗിളാണ് എത്ര? θ2. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമുക്കറിയാം, നമ്മൾ പഴയ ഫിഗർ, അതായത് ഗ്രേറ്റിംഗ് എലമെൻറ്റ് കണ്ട ഫിഗറിൽ പോയി നോക്കുക. എയും സിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് CN ആണ്. നിങ്ങൾ ആ ഫിഗറിൽ പോയി നോക്കിയിട്ട് വരിക കേട്ടോ. എയും സിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? CN എന്ന് പറയുന്നത് ആ ഫിഗറിൽ നിന്നും AC സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു CN/AC ആണ്. സോ CN ഈക്വൽ ടു AC സൈൻ തീറ്റ. AC എന്ന് പറയുന്നത് എന്താ? A പ്ലസ് ബി, അതായത് ഗ്രേറ്റിംഗ് എലമെൻ്റ് ആണ് ഡി സൈൻ തീറ്റ. ഓക്കെ, അപ്പം നമുക്കറിയാം ഡി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി nth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ നമ്മൾ ആ സെൻട്രൽ മാക്സിമ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ nth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ എവിടെയാണ് ഉണ്ടാവുക? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡയിലാണ് ഉണ്ടാവുക. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ nth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഫോർ ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ, ഫോർ n ഈക്വൽ ടു 1 2 3 ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഉള്ളത്. അതാണ് ആ സ്മോൾ എന്നെയാണ് എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ. നമ്മളിവിടെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. സൈൻ തീറ്റ ഈക്വൽ ടു, ഇതിന് ഇക്വേറ്റ് ചെയ്യാം, സൈൻ തീറ്റ ഡി സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ, സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ ബൈ ഡി. ഇനി സൈൻ തീറ്റ 1/d എന്താ? 1/d ഈസ് ക്യാപിറ്റൽ N. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് n ഈക്വൽ ടു 1/d എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. ദിസ് ഈസ് ദ ഗ്രേറ്റിംഗ് ഇക്വേഷൻ. ഇതാണ് എന്ത്? നമ്മളെ ഗ്രേറ്റിംഗ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, ആ ഗ്രേറ്റിംഗ് ഇക്വേഷൻ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പ്രോബ്ലം ചെയ്യാനോ എല്ലാത്തിനും ആവശ്യമുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിസ്പേഴ്സീവ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ്. അതായത് ഡിഫ്രാക്ഷനിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് എന്താണ്? ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ഡിഫ്രാക്റ്റ് ചെയ്ത്,
അതായത് കുറേ വേവ് ലെങ്ത് ആ കളറിൽ പ്രസൻ്റ് ആണ്. ഒരു വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്ത് കുറേ കളേഴ്സ് ഫോം ചെയ്യും. അതിൽ ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത്താണ് ഉണ്ടാവുക. അതായത് മിനിമം ആംഗിൾ ചെറിയ വേവ് ലെങ്ത് ഉള്ളത് കൂടുതൽ ഡിഫ്രാക്ട് ചെയ്യും, മിനിമം ആംഗിൾ ഡിഫ്രാക്ട് ചെയ്യും. വലിയ വേവ് ലെങ്ത് ഉള്ളത് വലിയ ആംഗിളിൽ ഡിഫ്രാക്ട് ചെയ്യും. അങ്ങനെ കമ്പോണൻസ് ഓഫ് കളേഴ്സ് ആർ ഡിഫറെൻറ്റ് ആംഗുലാർ പൊസിഷൻ. അതിനാണ് സ്പെക്ട്രൽ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വൈറ്റ് ലൈറ്റ് പ്രിസത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കുറേ കളർ ആവുന്ന ഡിസ്പേർഷൻ കേട്ടിട്ടില്ലേ? അതേപോലെ ഡിഫ്രാക്ഷനിലും ഈ ഒരു ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താവും, ഡിഫ്രാക്ട് ചെയ്തിട്ട് കുറേ കളേഴ്സ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് കൂടുതൽ ഡിഫ്രാക്ട് ചെയ്യും, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് മിനിമം ആംഗിളിലാണ് ഡിഫ്രാക്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അതിനെന്താ പറയുക, സ്പെക്ട്രൽ ലൈൻ സോഴ്സ് എന്നാണ് പറയുക. മൊത്തം ഈ ഓരോ ആംഗിളിലേക്ക് ഓരോ വേവ് ലെങ്ത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിന് സ്പെക്ട്രൽ ലൈൻ സോഴ്സ് ഉണ്ടാവും, അത് റിസൾട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയല്ല ഇതിൻ്റെ ഒരു ഡിസ്പേഴ്സീവ് പവർ, ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ പവർ ഇത് ഡിസ്പേർഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡയാണ്. ഓക്കെ, ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, കോസ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു n ഡി ലാംഡ. എന്നും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതിന് ഡി തീറ്റ ബൈ ഡി ലാംഡയെ നമുക്ക് എങ്ങനെ എഴുതാം, n ബൈ കോസ് തീറ്റ. ഈ ഡി തീറ്റ ബൈ ഡി ലാംഡേനെയാണ് എന്ത് പറയുക, ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുക. ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡറിലാകുമ്പോൾ n കോസ് തീറ്റ, സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എന്താ 2 ഇൻറ്റു ഫസ്റ്റ് ഓർഡറാണ് വരിക. അതായത് ഡിസ്പേഴ്സീവ് പവർ ഈസ് നിയർലി ട്വൈസ് ഇൻ സെക്കൻഡ് ഓർഡർ ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ഓർഡർ. അതുപോലെ തന്നെ തീറ്റ ആംഗിളുമായിട്ട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതൊക്കെ നോക്കണം കേട്ടോ. അത് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരുന്നത്, തീറ്റ is small and also directly proportional to capital N and inversely proportional to the angle of diffraction. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രേറ്റിങ്ങിൻ്റെ യൂസസ് ആണ് പറയുന്നത്. യൂസസ് ഓഫ് ഗ്രേറ്റിംഗ്, ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത്. ഫസ്റ്റ് യൂസാണ് എന്ത്, ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത്. നമുക്ക് ഓരോ ലൈറ്റ് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പം ആ കളറിൻ്റെ ഇതറിഞ്ഞാൽ അടുത്ത കളറിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് ലാബിൽ, ഡിഫ്രാക്ഷൻ. ഓക്കെ, പിന്നെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ, അതായത് അത് നമുക്ക് റിസോൾവിങ് പവർ എന്താ, റെസൊല്യൂഷൻ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് നിങ്ങൾ ആ ടേം നോക്കി വെക്കുക, സ്പെക്ട്രൽ റെസൊല്യൂഷൻ. ഇനി സ്പെക്ട്രൽ കമ്പോസിഷൻ ഓഫ് ലൈറ്റ് സോഴ്സ്, അതായത് ഡിസ്പേർഷൻ. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കളർ ഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഡിസ്പേർഷൻ. അതിൻ്റെ സ്പെക്ട്രൽ കോമ്പോസിഷൻ ഓഫ് ലൈറ്റ് സോഴ്സ്, അതും എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, ഗ്രേറ്റിങ്ങിൻ്റെ ഒരു യൂസാണ്. ഓക്കെ, ഇനി ഒരു ഗ്രേറ്റിങ്ങിൽ ഉണ്ടാകുന്ന സ്പെക്ട്രവും ഒരു പ്രിസത്തിൽ ഉണ്ടാകുന്ന സ്പെക്ട്രവും തമ്മിൽ ഡിഫറൻസ് ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഗ്രേറ്റിംഗ് സ്പെക്ട്രയും ഒരു പ്രിസം സ്പെക്ട്രയും തമ്മിൽ. ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഈസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ ആൻഡ് പ്രിസം സ്പെക്ട്രോ ഡിസ്പേർഷൻ. രണ്ട് ഡിഫറെൻ്റ് ടേമാണ്. ഗ്രേറ്റിംഗ് സ്പെക്ട്രം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഡിഫ്രാക്ഷൻ കൊണ്ടും പ്രിസം സ്പെക്ട്രം ഡിസ്പേർഷൻ കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. ഇനി ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഈസ് വീക്ക് ആസ് കമ്പയർഡ് ടു പ്രിസം സ്പെക്ട്രം. ഗ്രേറ്റിംഗ് സ്പെക്ട്രം വീക്കാണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, പ്രിസം സ്പെക്ട്രമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഈസ് വീക്ക് ആസ് കമ്പയർഡ് ടു പ്രിസം സ്പെക്ട്രം. അതുപോലെ തന്നെ റിസോൾവിങ് പവർ ഈസ് ഹൈ കമ്പയർഡ് ടു പ്രിസം സ്പെക്ട്രം. ഗ്രേറ്റിങ്ങിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ റിസോൾവിങ് പവർ എന്തിന് ഹൈ ആണ്, ഗ്രേറ്റിംഗ് സ്പെക്ട്രം. റിസോൾവിങ് പവർ എന്താ, റെസൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. അടുത്ത ടോപ്പിക് അതാണ്, അതിൽ പറയാം. ഇനി സ്പെക്ട്രം പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രേറ്റിംഗ് ഈസ് റാഷണൽ. സ്പെക്ട്രം പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രേറ്റിംഗ് എന്താണ്, റാഷണൽ ആണ്. സിൻസ് ഇറ്റ് ഹാസ് വെൽ ഡിഫൈൻഡ് ഇക്വേഷൻ റിലേറ്റിംഗ് തീറ്റ ആൻഡ് ലാംഡ. തീറ്റയും ലാംഡയും ഒക്കെ ഡിഫൈൻ ചെയ്ത് കറക്റ്റ് ഒരു എക്സ്പ്രഷൻ എന്തിൽ വരുന്നുണ്ട്, ഡിഫ്രാക്ഷനിൽ വരുന്നുണ്ട്. പക്ഷേ ഡിസ്പേർഷൻ്റെ കേസിൽ അത് ഇറാഷണലാണ്. കാരണം അങ്ങനെ ഒരു സ്പെസിഫിക് ഇക്വേഷനൊന്നും എന്തിൻ്റെ കേസിൽ വരുന്നില്ല, പ്രിസം സ്പെക്ട്രത്തിൻ്റെ കേസിൽ വരുന്നില്ല. അതുപോലെ തന്നെ മോസ്റ്റ് ഡീവിയേറ്റഡ് കളർ ഗ്രേറ്റിങ്ങിൻ്റെ കേസിൽ റെഡ് ആകുമ്പോൾ പ്രിസം സ്പെക്ട്രത്തിൽ അതെന്തായി മാറുകയാണ്, വയലറ്റ് ആണ്. ഓക്കെ, ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. നോട്ട്സ് ഞാൻ തരും, പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ടെക്സ്റ്റ് വായിച്ചിട്ട്. ഓക്കെ, now next we are going to discuss about resolution, Rayleigh criteria for resolution. അതിൽ റിസോൾവിങ് പവറും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് Rayleigh criteria for resolution. അതിന് മുമ്പ് എന്താണ് റിസോൾവിങ് പവർ എന്ന് പറയാം. ഒരു 2 പോയിൻ്റ് എടുക്കാം.
2 പോയിൻ്റ് വളരെ നിയർലി 2 പോയിൻ്റ് പ്ലേസ് ചെയ്യാം. അതായത് 2 ഡോട്ട്സ് കാണിച്ചു തരാം. ഒരു 2 ഡോട്ട്സ്, ഇത് രണ്ടും ഇപ്പം എനിക്ക് നോക്കുമ്പം 2 പോയിൻറ്റ്സ് ആണ്. അതായത് ഞാൻ അത്രയും നിയർ കാണും. അപ്പം നിങ്ങൾ ഇത് വീഡിയോയിൽ കൂടിയും അത് അത്രയും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഡിസ്റ്റൻസ് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് സിംഗിൾ പോയിൻ്റ് ആയിട്ട് തോന്നാം. ബട്ട് ഇറ്റ് ഈസ് ആൻ സിംഗിൾ പോയിൻ്റ്. ഇത് യു ക്യാൻ സീ, ഇതെന്താണ്, ഒരു സിംഗിൾ പോയിൻ്റ് അല്ല, ഇത് 2 പോയിൻറ്റ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം അങ്ങനെ ആകുമ്പം 2 ഒബ്ജക്ട്സ് വെരി ക്ലോസ് ടു ഈച്ച് അതർ ആകുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല, രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മളൊരു കണ്ണിൻ്റെ പവർ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെങ്കിൽ ആ 2 പോയിൻ്റ് നമ്മൾ സ്പേസിങ് 0.1 മില്ലിമീറ്റർ എങ്കിലും വേണം, എന്നാലേ നമുക്ക് അതിനായിട്ട് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് കണ്ണിൻ്റെ റിസോൾവിങ് പവർ. അപ്പോൾ റിസോൾവിങ് പവർ എന്താ? എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ടു form distinctly separate image of 2 nearby points of an object is called resolving power. 2 പോയിൻറ്റ്സ് 2 നിയർ ബൈ ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതിൻ്റെ എബിലിറ്റി, ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റി എത്ര കാണാൻ പറ്റും. ഐ ആണെങ്കിൽ 0.1 മില്ലിമീറ്റർ സെപ്പറേഷൻ അറ്റ് 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ്, അതാണ് ഐൻ്റെ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അങ്ങനെ ആകുമ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്താ? ഡിഫൈൻഡ് ആസ് സ്മോളസ്റ്റ് സെപ്പറേഷൻ ഓഫ് 2 പോയിൻറ്റ്സ് ഇൻ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്ലി റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇമേജ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ 2 പോയിൻ്റായിട്ട് നമുക്ക് അതിനെ തിരിച്ച് 2 പോയിൻ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു പോയിൻ്റ് ഇട്ടിട്ട് 2 പോയിൻ്റാക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു പോയിൻ്റിൽ ഈസ് ഡിഫൈൻഡ് ആസ് സ്മോളസ്റ്റ് സെപ്പറേഷൻ ഓഫ് 2 points in objects that can be distinctly reproduced in the image. അത് നമുക്ക് ഇമേജായി നോക്കുന്ന സമയത്ത് 2 ഡിസ്റ്റിങ് ഒബ്ജക്റ്റായി കാണുന്ന അതിനാണ് എന്ത് പറയുന്നത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റേലേ ക്രൈറ്റീരിയയിലേക്ക് എടുക്കാം. റേലേ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഒരു വേവ് അതിനെന്തുണ്ടാവും, സെൻട്രൽ പിങ്ക് കളർ കാണിക്കുന്നത് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് മെയിൻ വേവായിട്ട് സെൻട്രൽ മാക്സിമം ഉണ്ടാവും, ഫസ്റ്റ് മിനിമ, സെക്കൻഡറി മിനിമ, അങ്ങനെ ഉണ്ടാവുക. ഏറ്റവും മാക്സിമം ഉള്ള പോയിന്റ് സെൻട്രൽ മാക്സിമ എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും പീക്ക് ലോവസ്റ്റ് പീക്കിൽ അതിനാണ് ഫസ്റ്റ് മിനിമ എന്ന് പറയാം. അപ്പം ഈ 2 പോയിൻറ്റ്സ് ജസ്റ്റ് റിസോൾവ്ഡ് ആണ് എന്ന് പറയണമെങ്കിൽ എന്താവണം, ഒരു വേവിൻ്റെ പ്രിൻസിപ്പൽ മാക്സിമ മറ്റേ വേവിൻ്റെ ഫസ്റ്റ് മിനിമയിൽ കോയിൻസൈഡ് ചെയ്യണം. അക്കോർഡിംഗ് ടു റേലേ ക്രൈറ്റീരിയൻ എന്താ, 2 images are just resolved if central maxima of first falls at the first minima of the other. അല്ലെങ്കിൽ തിരിച്ച് ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ഫസ്റ്റ് മിനിമത്തിൽ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ. ഓക്കെ, central maxima of the first coincide with the first minima of the other, then we can say that the 2 objects are just resolved. ഓക്കെ, ഇനി റിസോൾവിങ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ് ആണ് ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിസോൾവിങ് പവർ ഓഫ് ദ ഗ്രേറ്റിംഗ്, ആ ജസ്റ്റ് എക്സ്പ്രഷൻ പഠിച്ചു വെച്ചാൽ മതി. റിസോൾവിങ് പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു NN. അതായത് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 2 വേവ് ലെങ്ത്, ലാംഡ എന്നുള്ള വേവ് ലെങ്ത്തും ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ 2 വേവ് ലെങ്ത് കൺസിഡർ ചെയ്യാം. ഇത് ഒന്ന് ഈ പിങ്കിൻ്റെത് ലാംഡയും ബ്ലാക്കിന് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, ഡെൽറ്റ ലാംഡ. അപ്പം ഈ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡേൻ്റെ പ്രിൻസിപ്പൽ മാക്സിമത്തിൽ ഫസ്റ്റ് മിനിമം ഓഫ് ലാംഡ വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ലാംഡയും ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയും ജസ്റ്റ് റിസോൾവ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒന്ന് മനസ്സിരുത്തി നോക്കുക. ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് എന്താ, 2 വേവ് ലെങ്ത് ലാംഡയുണ്ട്, ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുണ്ട്. അത് രണ്ടും ജസ്റ്റ് റിസോൾവ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡേൻ്റെ ഫസ്റ്റ് മിനിമത്തിൽ എന്ത് വരണം, ലാംഡ വരണം. ഓക്കെ, ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ജസ്റ്റ് റിസോൾവ്ഡ്. അപ്പോൾ റിസോൾവിങ് പവറിൻ്റെ എക്സ്പ്രഷൻ നോക്കി വെക്കുക, ലാംഡ ബൈ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു NN.
അപ്പം ഈ എക്സ്പ്രഷനൊക്കെ വേണം, നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് വേണം കേട്ടോ. അപ്പം ഇതോടുകൂടി നമ്മളെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സ്റ്റിൽ ദിസ് വി ഹാവ്. അപ്പം ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള നോട്ട്സൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. വെരി നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ദിവസം നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് പഠിച്ചിട്ട് വരണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ പ്രോബ്ലം ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു.